ബലി എടുത്തുള്ള പ്രാർത്ഥന. ഇത് കേൾക്കുമ്പോൾ ഒത്തിരി പേര് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. കാരണം വിവിധ മതങ്ങളിൽ ബലി എന്ന വാക്കിന് പല അർത്ഥങ്ങളാണുള്ളത്. പക്ഷേ വിശുദ്ധ ബൈബിളിൻ്റെ കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ബലി ചെയ്തുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ഒരു ആചാരം നടത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ദൈവസന്നിധിയിൽ ഒരു ബലിയായി നമ്മളെ തന്നെ കൊടുക്കുക എന്നതാണ് ഇതിൽ ഉദ്ദേശിക്കുന്ന കാര്യം. ഇങ്ങനെ കൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ആ പ്രാർത്ഥനകൾ തീരുന്ന സമയത്ത് പഴയ നിയമയാഗങ്ങളിൽ ദൈവത്തിൻ്റെ തേജസ് വ്യക്തമായി ഇറങ്ങിയ പോലെ ആരാണോ ഈ ബലിയെടുത്തുള്ള പ്രാർത്ഥനയ്ക്ക് സന്നദ്ധരാകുന്നത് ആ വ്യക്തികളുടെ അവർ ദൈവസന്നിധി വെക്കുന്ന നിയോഗങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഉത്തരം അക്ഷരാർത്ഥത്തിൽ ഇറങ്ങി വരും. റെഡിയാണോ നിങ്ങളിത് ചെയ്യാൻ? എങ്കിൽ കേട്ടുകൊള്ളുക. ഇത് വളരെ 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 പ്രയോജനകരമായ ആത്മീക ജീവിതത്തിൽ 100% ചെയ്താൽ നിങ്ങൾ പിന്നെയും ചെയ്ത് വിജയിപ്പിക്കാൻ പോകുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. ഞാനതിലേക്ക് നിങ്ങളെ ഇന്ന് പകൽ നയിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് അതിനാണ് എനിക്ക് നിയോഗം തരുന്നത്. ഇന്നത്തെ പ്രവചന ദൂതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് ഒരുക്കുന്ന ഈ വചന കേൾവിയിലേക്ക് സന്തോഷത്തോടെ സ്നേഹവന്ദനം. വലിയവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് എല്ലാ ആരാധനയും മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. നമ്മളുടെ ലൈഫിൽ നമ്മൾ ഒത്തിരി സന്തോഷങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരാണ്. നമ്മളെ സന്തോഷിപ്പിക്കുന്നതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നിർണായക പങ്ക് വഹിക്കുന്നത് നമ്മുടെ ഫോൺ തന്നെയാണ്. ഇതിനകത്ത് റീലുകളുണ്ട്, പലവിധ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ നമുക്ക് അക്കൗണ്ടുകളുണ്ട്. എനി ടൈം നമുക്ക് മൂഡ് ഇങ്ങനെ മാറ്റി മാറ്റി നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു വലിയ സംഗതിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഡിവൈസുകൾ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ജീവിക്കുന്നു. നമ്മൾ പുറത്തോട്ടിറങ്ങിയാൽ നമുക്ക് ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള മധുരമുള്ള അപ്പോൾ തന്നെ പലതരത്തിലുള്ളതായ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഫുഡുകളുമായിട്ട് വിവിധ റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ ഇങ്ങനെ തുറന്നിരിക്കുന്നു. ഇനിയും അതും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടേക്ക് പോയാൽ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് സോണുകൾ, ഇപ്പോൾ ഒരുപാട് ടർഫുകളുണ്ട്, വാട്ടർ തീം പാർക്കുകളുണ്ട്, സിനിമാ തിയേറ്ററുകളുണ്ട്, ഒത്തിരി നമുക്ക് എൻജോയ്മെൻറ്റിനുള്ളതായ സ്ഥലങ്ങൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. ഇങ്ങനെയെല്ലാം ഉള്ളതായ കാര്യങ്ങളിൽ നടക്കുമ്പോൾ വേറൊരു കൂട്ടർ ഇതൊന്നും കൂടാതെ ലഹരിക്ക് അഡിക്റ്റഡായിട്ട് അതിൽ സന്തോഷിക്കാൻ പോകുന്നു. ചുരുക്കത്തിൽ ഇങ്ങനെ ഒരു ത്രസിപ്പിക്കുന്ന ലൈഫ് സ്റ്റൈലിനകത്താണ് ഇന്നത്തെ കാലത്തെ ഭൂരിപക്ഷ ആൾക്കാരും അവരവരുടെ സാമ്പത്തിക നിലയ്ക്ക് അനുസൃതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു വിധത്തിലുള്ളതായ സുഖസൗകര്യങ്ങളും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോഴും അവനവന് കംഫർട്ടബിൾ ആയിരിക്കുന്ന കാര്യങ്ങളിൽ ആസ്വദിക്കുന്നുണ്ട് എല്ലാവരും. നമുക്കത് തള്ളിക്കളയാൻ പറ്റത്തില്ല. അങ്ങനെ പോകുന്ന നമ്മുടെ ഈ ഒരു ആഹ്ലാദകരമായ ഒരു വിനോദയാത്ര പോലെയുള്ള ലൈഫിനിടയ്ക്ക് ചുരുക്കത്തിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെയൊക്കെ വകവെക്കാതെ നമ്മൾ പോയി അടിച്ചു പൊളിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ യാത്രയുടെ എല്ലാ ഇടയിൽ നമ്മളെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ കുറച്ച് സുഖങ്ങളെ ഒഴിവാക്കി കുറച്ച് സന്തോഷങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ട് മനഃപൂർവ്വം കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് നമ്മളെ തന്നെ ഒരു ജീവബലി പോലെ അർപ്പിച്ച് ദൈവസന്നിധിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിക്കാനും ദൈവാശ്രയ ബോധം ഉറപ്പിക്കാനും വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളെയാണ് ബലി എന്ന് പറയുന്നതിനാൽ അർത്ഥമാക്കുന്നത്. ക്ലിയറായല്ലോ? അപ്പോൾ നിങ്ങളുടെ സന്തോഷങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളെ ഏറ്റവും കൂടുതൽ സുഖിപ്പിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളെ ഏറ്റവും കൂടുതൽ ആനന്ദപൂർണ്ണതയിൽ എത്തിക്കുന്നതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മാനസിക ഉല്ലാസം പിടിക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആ കാര്യങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കുന്ന സമയങ്ങൾ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ കർത്താവിന് മുമ്പിലോട്ട് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, കർത്താവേ, ഇന്ന് ഞാൻ ഇൻസ്റ്റയിൽ കയറുന്നില്ല, ഇന്ന് ഞാൻ റീലുകളുടെ പുറകെ പോകുന്നില്ല, ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കയറുന്നില്ല, ഇന്ന് ഞാൻ ആ കാര്യം ചെയ്യുന്നില്ല. പകരം ഞാൻ ഇന്ന് ഇത്ര സമയം എൻ്റെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്ത്, ഒരു പക്ഷേ മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ മധുരം പോലും വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇന്ന് ഈ പറയപ്പെടുന്ന വിധത്തിൽ ദൈവമേ അങ്ങയുടെ മുമ്പിലായിരിക്കുകയാണ്. കാരണം എനിക്ക് കൂടുതൽ അങ്ങയിൽ തന്നെ ഫോക്കസ്ഡ് ആകാൻ വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ കുറേ സുഖങ്ങളെ കട്ട് ചെയ്തിട്ട്, എൻ്റെ മനസ്സിൻ്റെ കുറച്ച് സുഖങ്ങളെ കട്ട് ചെയ്തിട്ട് എൻ്റെ ആത്മാവിൻ്റെ ഫീൽഡിൽ ഞാൻ കൂടുതലൊന്ന് ശ്രദ്ധയോടെ നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാര്യം നാം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ മീതെ ആത്മമണ്ഡലം തുറക്കും. മനസ്സിലായോ? കാരണം അന്തരീക്ഷത്തിലൊരു മാറ്റം വരികയാണ്. ഭൂമിയിലൊരു മനുഷ്യൻ
ആത്മലോകത്തെ കൂടുതൽ ശ്രദ്ധിക്കാൻ, അതിലേക്ക് കയറി വരാൻ തയ്യാറായാൽ നിങ്ങൾക്കൊരു വരവേൽപ്പൊരുക്കും. ആ വരവേൽപ്പിന് അന്തരീക്ഷം ഒരുങ്ങുമ്പോൾ നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ ദൈവദൂതന്മാർക്ക് താല്പര്യം കൂടും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടുതൽ ശക്തി ഇറങ്ങും. നിങ്ങൾക്ക് വേണ്ടി ആത്മലോകത്ത് ദൈവദൂതന്മാരുടെ സഹായത്തിൻ്റെ ശക്തി കൂടുമ്പോൾ തന്നെ നിങ്ങളെ ഈ പറയപ്പെടുന്ന കാര്യത്തിൽ ഒരു വിധത്തിലും ഇരുത്താൻ സമ്മതിക്കാതെ നിങ്ങളെ പുറകോട്ട് കൊണ്ടുപോകുന്ന അടുത്ത ചടങ്ങുമായിട്ട് മറ്റേ പുള്ളിയും വരും. ഏത്? അദ്ദേഹം എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കും. നിങ്ങളോട് പറയും, വാ നമുക്ക് ഇന്ന് അവിടെ പോകാം, ഇന്ന് അത് ചെയ്യാം, ഇന്ന് ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് ഇതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാ തരം കാര്യങ്ങളെയും ഒഴിവാക്കിയിട്ട് നമ്മൾ ദൈവമുമ്പാകെ തന്നെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് നമ്മൾ കർത്താവിനോട് പറയുകയാണ്, യേശുവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങയുടെ സാന്നിധ്യം കൂടുതലായിട്ട് വേണം, എനിക്ക് അങ്ങയുടെ ശക്തി കൂടുതലായിട്ട് വേണം, അങ്ങനെ തൊടണം. എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദേഹത്ത് കയറി വെളിപ്പെടണം, എനിക്ക് ദർശനങ്ങൾ കാണണം. എൻ്റെ ഇപ്പോൾ ഞാൻ കരയുന്ന, എൻ്റെ മനസ്സിൻ്റെ മൂഡ് കളയുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൽ എനിക്ക് അങ്ങ് ഒരു ആൻസർ ഉണ്ടാക്കി തരണം. ദൈവമേ, എന്നെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിൽ എനിക്കൊരു സൂപ്പർ നാച്ചുറലായിട്ടുള്ള ഉത്തരം അങ്ങുണ്ടാക്കി തരണം. അതിന് എനിക്ക് തരാനൊന്നുമില്ല, എൻ്റെ കൈ ശൂന്യമാണ്, ഞാൻ എന്നെ തന്നെ വെക്കുകയാണ് എന്ന് പറഞ്ഞ് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവിനെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ കൈകളെ സമർപ്പിച്ച്, നമ്മുടെ കാലുകളെ സമർപ്പിച്ച്, നമ്മളുടെ പൂർണ്ണ മനസ്സ് അർപ്പിച്ച്, എല്ലാത്തരം പിൻവിളികളെയും ഒഴിവാക്കി, ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ കംപ്ലീറ്റ്ലി ഒരു നിശ്ചിത സമയം നമ്മൾ ദൈവമുമ്പാകെ നമ്മളെ തന്നെ കൊടുക്കുകയാണ് ഈ ബലിപ്രാർത്ഥനയിലൂടെ. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഇത്രയാണ് കാര്യം. ദൈവമുമ്പാകെ ചെല്ലുക. ഈ ലോകാനുരൂപത്തിൽ നടക്കുന്ന നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ ലോകത്തിൻ്റെ ടേസ്റ്റിനനുസൃതമായിട്ട് നമ്മളൊന്ന് മാറ്റുന്നു. നമ്മുടെ മൈൻഡിനെ നമ്മൾ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്കൊന്ന് ഫോക്കസ്ഡ് ആക്കുന്നു. എന്നിട്ട് നമ്മൾ പരിപാടി അങ്ങോട്ട് ആരംഭിക്കുകയാണ്. നമ്മുടെ ശരീര സമർപ്പണമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ശരീര സമർപ്പണത്തിൽ നമ്മുടെ വികാര സമർപ്പണമുണ്ട്. നമ്മുടെ കോപത്തെ സമർപ്പിക്കും, നമ്മുടെ വൈരാഗ്യത്തെ സമർപ്പിക്കും, നമ്മുടെ വല്ലാത്ത കുറേ റിവെഞ്ച് മൈൻഡ് സെറ്റുകളുണ്ടല്ലോ, അത് നമ്മൾ സമർപ്പിക്കും. പിന്നെ നമ്മുടെ മൈൻഡിലുണ്ടാകുന്ന എല്ലാത്തരം ക്രഷുകളും നമ്മൾ ദൈവത്തിനെ സമർപ്പിക്കും. ഈ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ടോട്ടലി നമ്മളെ തന്നെ സറണ്ടർ ചെയ്ത് ദൈവഹിത എന്താണോ അതങ്ങ് നടക്കട്ടെ എന്ന് പറഞ്ഞ് മനഃപൂർവ്വം അതിനുവേണ്ടി കൈ വിരിച്ച് നിന്നാൻ കൊടുക്കുക. റിസൾട്ട് ഭയങ്കരമായിരിക്കും. ഗംഭീരമായ ഉത്തരവായിരിക്കും കയറി വരുന്നത്. നിങ്ങളുടെ ചലഞ്ച്, നിങ്ങളുടെ തലവഴി ഒരു 10, 30, 40, 45 ദിവസം നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാക്കും എന്ന നിലയിൽ വന്ന് നിൽക്കുന്ന വിഷയം, അത് അന്നത്തെ ആ പ്രാർത്ഥന കൊണ്ട് കെട്ടടങ്ങും. നിൻ്റെ 2 മാസം വെറുതെ കളയാൻ വന്ന് നിൽക്കുന്നൊരു രോഗമായിരിക്കും, അല്ലെങ്കിൽ ഒരു കേസായിരിക്കും. ആ വിഷയം അന്നുകൊണ്ട് അതിൻ്റെ ആണി പറഞ്ഞു പോകും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ചുരുക്കി പറഞ്ഞാൽ ഈ ബലിപ്രാർത്ഥനയുടെ മേൽ ഇറങ്ങുന്ന ദൈവമഹത്വം മുമ്പിലുള്ളതായ വലിയൊരു കാലഘട്ടത്തിൽ നമ്മളെ ഇട്ട് വലയ്ക്കാൻ തുടങ്ങുന്ന വിഷയത്തിൽ നിന്നും നമ്മളെ അഡ്വാൻസ്ഡായിട്ട് സേവ് ചെയ്യും. ഇതാണ് ബലിപ്രാർത്ഥനകളുടെ പ്രാധാന്യത, ഗൗരവം. ഇനി അടുത്ത കാര്യം, ഇതെന്ന് ചെയ്യണം? നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം സെറ്റ് ചെയ്ത് ആ ടൈമിൽ ചെയ്യാം. മിഡ് നൈറ്റ് വേണമെങ്കിൽ ചെയ്യാം, ഏർലി മോർണിംഗ് ചെയ്യാം, അല്ലെങ്കിൽ പകൽ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട സമയം ആ സമയം നിങ്ങളിത് ചെയ്തു തുടങ്ങിക്കോ, കാര്യങ്ങൾ ഗംഭീരമാകും. അപ്പോൾ ഇതിന്ന് മുതൽ ചെയ്തു തുടങ്ങുക. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇത് കേവലം ചില കാര്യങ്ങൾ സാധിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ദൈവഹിതത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് മനഃപൂർവ്വമായിട്ട് കയറി ചെന്ന് നിന്നു കൊടുക്കുന്നൊരു പരിപാടിയാണിത്. അപ്പോൾ കർത്താവിൻ്റെ ലോകത്തെ അനുഗ്രഹങ്ങളുടെ കാലാവസ്ഥയായിരിക്കും നമ്മുടെ ലൈഫിലോട്ട് വന്ന് നിറയുക. അതിൻ്റെ റിസൾട്ട് നിശ്ചയമായിട്ട് നിങ്ങളുടെ ഫിനാൻസിൽ കാണും, മൈൻഡിൽ കാണും, ഫാമിലിയിൽ കാണും, എല്ലാ മേഖലയിലും കാണും.
അപ്പോൾ ഈ ബലി പ്രാർത്ഥനയ്ക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളോട് ഇന്ന് പകൽ പറഞ്ഞ ഈ കാര്യം ഞങ്ങൾ ഇന്ന് ചെയ്യും. ഞങ്ങളുടെ ലൈഫിൽ യേശുവിൻ്റെ കൂടെ ഞങ്ങൾ ഇന്ന് മനഃപൂർവ്വമായിട്ട് എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം പോലെ ആകട്ടെ എന്ന് അങ്ങയോട് പറഞ്ഞ് ആ തീരുമാനം ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരാൻ അനുവദിച്ചുകൊണ്ട് ഞങ്ങളെ കൈകാലി കെട്ടി യാഗപീഠത്തിൽ കിടന്നു കൊടുത്ത ഇസഹാക്കിനെ പോലെ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ വരികയാണ്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഹിതം പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ച് യേശുവിനെ പോലെ ഞങ്ങൾ വരികയാണ്. ഇതാ ഞാൻ അവിടുത്തെ ദാസി, അങ്ങയുടെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കർത്താവിൻ്റെ വാത്സല്യനിധിയായ അമ്മയെപ്പോലെ ഞങ്ങൾ അടുത്തേക്ക് വരികയാണ്. സ്വർഗത്തിൻ്റെ തീരുമാനം ഞങ്ങളുടെ മേൽ നടക്കട്ടെ. താങ്ക് യു ലോർഡ്. എൻ്റെ യേശുവേ, അങ്ങ് തീരുമാനിക്കുന്നു, അത് ഞങ്ങളുടെ മേൽ നടക്കുന്നു. അങ്ങ് പ്ലാൻ ചെയ്യുന്നു, അത് ഞങ്ങളുടെ മേൽ ഭവിക്കുന്നു. അങ്ങ് ഒരു കാര്യം പറയുന്നു, ഞങ്ങളതിന് യെസ് പറയുന്നു. ജീവിതത്തിൽ ഞങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത ഭയങ്കരമായിരിക്കുന്ന ദൈവപിതാവിൻ്റെ അസാധാരണമായ ഒരു അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിലോട്ട് ഇതിലൂടെ കയറി വരാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു നിമിഷം ഓർക്കുന്നു. ഇവർക്കെല്ലാം ഇത് ചെയ്യുവാൻ കൃപ നൽകണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൻ്റെ മക്കളെ, നിങ്ങളിത് ചെയ്യണം കേട്ടോ. നിങ്ങൾക്കിതിൻ്റെ ഉത്തരം ഭയങ്കരമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. യേശു പക്ഷേ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയുടെ ആരാധന നടക്കുന്നത് നമ്മുടെ ലോഗോസ് ജംഗ്ഷനിലെ MK ടവറിൽ വെച്ചാണ്. നിങ്ങൾ ആരാധനയ്ക്ക് വരണം കേട്ടോ. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. ഇവിടെ തൊട്ടങ്ങ് തുടങ്ങിക്കോ. ഒരു ശുശ്രൂഷ ആരംഭിക്കുന്നത് ഇപ്പം തന്നെ ആകട്ടെ. ഷെയർ ചെയ്ത് തുടങ്ങുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവപിതാവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.